പാലകൻ, നീ എന്റെ അഭയസ്ഥാനം, നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എന്റെ അഭയസ്ഥാനം. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒൻറ്റാറിയോയിലുള്ള ഹാമിൽട്ടൺ നഗരത്തിൽ ഒരു സംഘം ആളുകൾ ഒരു തോട് വെട്ടുകയായിരുന്നു. തോട് നിർമ്മിക്കുന്നതിന് അവിടെ നിന്ന് ഒരു വൃക്ഷം വെട്ടിമാറ്റുകയും വേണമായിരുന്നു. ആ വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ ഒരു പക്ഷിക്കൂട് കണ്ടതിനാൽ കയറി നോക്കിയപ്പോൾ അതിൽ 4 മുട്ട കണ്ടു. തൽക്കാലം വൃക്ഷം മുറിക്കേണ്ട എന്ന് ചിന്തിച്ച് മറുഭാഗത്ത് നിന്ന് തോടിൻ്റെ പണി ആരംഭിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തോടിൻ്റെ പണി പഴയ മരത്തിൻ്റെ ചുവട്ടിൽ എത്തി. മുട്ടയുടെ അവസ്ഥ അറിയുവാൻ കയറി നോക്കിയപ്പോൾ മുട്ട വിരിഞ്ഞ് പക്ഷികൾ പറന്നു പോയിരിക്കുന്നതായി കണ്ടു. മുട്ടത്തോടുകൾ പൊട്ടിച്ചിതറിക്കിടക്കുന്ന ആ കൂടിന് നിർമ്മിതിക്കായി ഉപയോഗിച്ച ഒരു തുണ്ടുകടലാസ് അവർക്ക് ലഭിച്ചു. അത് സൺഡേ സ്കൂളിൽ ഉപയോഗിച്ച ഒരു ചെറുകടലാസായിരുന്നു. അതിൽ അച്ചടിച്ചിരിക്കുന്നത് അവർ വായിച്ചു: ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കൊണ്ടും അവനെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. യെശയ്യാവ് 12:2-3 വാക്യങ്ങൾ. എത്ര മനോഹരമായ വാക്യം! കഷ്ടങ്ങളിൽ, അപകടങ്ങളിൽ നമ്മുടെ സങ്കേതവും ബലവുമായിരിക്കുന്ന കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമെങ്കിൽ ഭയപ്പെടാതെ സന്തോഷത്തോടെ നിൽപ്പാൻ സാധിക്കും. കർത്തൃവേലയിൽ തനിക്ക് സഹിക്കേണ്ടി വന്ന കഷ്ടതകളുടെ ഒരു നീണ്ട പട്ടിക രേഖപ്പെടുത്തിയതിന് ശേഷം പൗലോസ് പറയുന്നത്: ശിക്ഷിക്കപ്പെടുന്നവർ എന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ഒന്നുമില്ലാത്തവർ എങ്കിലും എല്ലാം കൈവശമുള്ളവർ. 2 കൊരിന്ത്യർ 6:9-10 വാക്യങ്ങൾ. കഷ്ടതയുടെ മധ്യത്തിലും യേശുക്രിസ്തുവിൽ കൂടി അനുഭവമാക്കിയ നിത്യസന്തോഷത്തെക്കുറിച്ച് പൗലോസ് ഇവിടെ പറയുന്നത്. മാനസാന്തര അനുഭവത്തിൽ കൂടി സന്തോഷം പ്രാപിച്ച ഒരു വ്യക്തിയാണ് ചുങ്കക്കാരൻ സക്കായി. ലൂക്കോസ് 19:1-10 വരെ. അന്യായമായി നികുതി പിരിച്ച് നാട്ടുകാരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുകയും അതിൽ കൂടി ധനം സമ്പാദിക്കുകയും ചെയ്ത സക്കായി യേശുവിനെ കാണുവാൻ കാട്ടത്തിയിൽ കയറി. എന്നാൽ സക്കായി യേശു കണ്ടു. യേശുവിനെ കണ്ട സക്കായിയിൽ വലിയ വ്യതിയാനം ഉണ്ടായി. സക്കായി പറഞ്ഞു: എൻ്റെ വസ്തുവകയിൽ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു, ചതിവായി വാങ്ങിയതിൻ്റെ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. ലൂക്കോസ് 19:8. തന്നിലുണ്ടായ പാപബോധം നിമിത്തം ചതിച്ചു വാങ്ങിയതിൻ്റെ എല്ലാം 4 മടങ്ങ് സക്കായി മടക്കി കൊടുത്തു. തന്നിലുണ്ടായ മാനസാന്തരമാണ് ഈ വിധത്തിൽ ചെയ്യുവാൻ സക്കായിയെ പ്രേരിപ്പിച്ചത്. ജീവിതത്തിൻ്റെ മുഴുവൻ കർത്തൃത്വവും അധികാരവും യേശുവിന് നൽകിക്കൊണ്ട് തൻ്റെ തീരുമാനം സക്കായി അറിയിച്ചു. സക്കായി മാത്രമല്ല, സക്കായിയുടെ കുടുംബം മുഴുവൻ മാനസാന്തര അനുഭവത്തിൽ വന്നു. അതവരെ സന്തോഷത്തിലേക്ക് നയിച്ചു. ക്രിസ്തുവുമായി ബന്ധം പുലർത്തുന്നവർക്ക് സാഹചര്യം പ്രതികൂലമായാലും അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളുണ്ടായാലും അനുഭവമാക്കിയ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. മാനസാന്തരപ്പെടുന്നവർക്ക് മാത്രമാണ് നിത്യസന്തോഷം ലഭിക്കുന്നത് എന്ന് ഓർക്കണം. വിശ്വസ്തയോടുകൂടി ചെയ്ത അധ്വാനത്തിൻ്റെ ഫലമായി സന്തോഷം ലഭിച്ചവരാ 5ഉം 2ഉം താലന്ത് ലഭിച്ച ദാസന്മാർ. അവർ തങ്ങൾക്ക് ലഭിച്ച താലന്ത് ഉപയോഗിച്ച് വ്യാപാരം ചെയ്തു. ഒരുപക്ഷെ വളരെയധികം കഷ്ടപ്പെട്ടിരിക്കാം, പക്ഷെ അവരുടെ അധ്വാനം വിശ്വസ്തയോടുകൂടിയായിരുന്നു. തൽഫലമായി വലിയ നേട്ടം അവരുണ്ടാക്കി. യജമാനൻ അവരുടെ നേട്ടം കണ്ടു. വിശ്വസ്തയോടുകൂടിയ അധ്വാനമാണ്
ഈ നേട്ടങ്ങൾ കാരണം എന്ന് യജമാനൻ മനസ്സിലാക്കി. യജമാനൻ അവരെ അടുക്കൽ വിളിച്ചു, ഇപ്രകാരം പറഞ്ഞു: നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു വരിക. മത്തായി 25, 21, 23 വാക്യങ്ങൾ. വിശ്വസ്തയോടുകൂടിയ അവരുടെ അധ്വാനം വളരെ കഷ്ടപ്പെട്ടിട്ടും അതിൻ്റെ ഫലമായി അവരെ സന്തോഷം അനുഭവിക്കുവാൻ സഹായിച്ചു. യേശുക്രിസ്തുവിൽ മാത്രമാണ് നിത്യസന്തോഷം. സന്തോഷം വില കൊടുത്ത് വാങ്ങുവാൻ കിട്ടില്ല. നേർച്ച കാഴ്ചകൾ നൽകിയാലും കിട്ടില്ല. ലോകത്തിനും ലോക അനുഭവങ്ങൾക്കും ലോകത്തിൻ്റെ മോഹങ്ങൾക്കും സന്തോഷം നൽകുവാൻ കഴിയില്ല. പിന്നെയോ തുറന്ന മനസ്സോട് ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. പാപത്തെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടണം. വിശ്വസ്തയോടുകൂടി അധ്വാനിക്കണം. യെശയ്യാവ് പറയുന്നത്, യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി വരും, അവർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും, നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും, അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. യെശയ്യാവ് 35:10. കർത്താവേ, ജീവിത പ്രതിസന്ധിയിൽ പതരാതെ നിന്നിലുള്ള വിശ്വാസത്താൽ നിത്യസന്തോഷം അനുഭവമാക്കുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. ആനന്ദഗാനങ്ങൾ ആകുല നേരത്തും പാടി ഞാൻ ആശ്വസിക്കും. ആനന്ദഗാനങ്ങൾ ആകുല നേരത്തും പാടി ഞാൻ ആശ്വസിക്കും. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീറിടും വേളയിൽ